കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ട് ഈ CJP പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്തുണ്ട് ഇത് കണക്ക് വിസ്മയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആ സമയത്ത് നോക്കിക്കഴിഞ്ഞ് ഇത് കണക്ക് മേജർ രവി വന്നിട്ടുണ്ട് ഇതിനൊരു കമൻറ്റ് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് പൊളിറ്റിക്സിനെ പറ്റിയുണ്ട് ഈ വിസ്മയ്ക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യമൊക്കെ പറഞ്ഞതായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ട് ഈ വിസ്മയ അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ വിസ്മയ അഭിനയിച്ചൊരു പടം റിലീസാകാൻ പോവുകയാണ്. അതിൻ്റെ പ്രൊമോഷൻ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ ഏത് സമയത്തായിരുന്നാലും ശരി, ഏത് പാർട്ടി എതിരായിരുന്നാലും ശരി, വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കണം. അങ്ങനെ തന്നെയാണ് കേൾക്കേണ്ടത്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് പറയാനുള്ളതെല്ലാം തീർച്ചയായിട്ടും കേൾക്കണം. ഇനി എത്ര നാൾ എന്ത് പ്രശ്നം വന്നാലും ഞാൻ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് പറയാറുണ്ട്, CJP സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ നടത്തിയ പ്രൊട്ടസ്റ്റിനെതിരെയും സംസാരിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്തും സംസാരിക്കാറുണ്ട്. മിക്ക ആൾക്കാരും പ്രൊട്ടസ്റ്റിനെതിരെ സംസാരിക്കുന്നവർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതാണ്. ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് നീറ്റ് എക്സാം കാരണം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഇത് കണക്കൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വേറെ ആൾക്കാരുണ്ടെങ്കിൽ അത് പാർട്ടിക്കെതിരെയുള്ള രീതിയാണെന്ന് വിചാരിച്ച് ഒരുപാട് പേര് എതിർക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്.